ഒരു പ്രൊഡ്യൂസർ ഫുട്ബോൾ അല്ലെ വിറകുവരയിൽ കിടന്നതാണ്. ആ ഡയറക്ടറിന്റെ പേര് ഫിലിം പൊതുവാളുമായിട്ട് ആ ഡയറക്ടറുമായിട്ട് താങ്കൾ ഇപ്പോൾ സിനിമയാണ് അല്ലെ 20 കോടി 4 കോടി പറഞ്ഞ സിനിമ 20 കോടി. താങ്കൾ ഈ സ്ഥാനത്തില്ല പ്രഷർ സ്ഥാനത്തിരിക്കുന്ന ആള് അദ്ദേഹമായി കൈകോർത്ത് സിനിമ ചെയ്തു. ഇന്നലെ വലിയ വിമർശനം ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെങ്ങനെ താങ്കൾ ഇന്നലെ വർക്കണമെന്ന് പറയും അയാളുടെ കൂടെ താങ്കളും പേര് ഉൾപ്പെടെ കൂടുകയാണ്. അതെങ്ങനെയാണ് നടക്കുന്നത്? അതായത് അങ്ങനെ ഒരു സിനിമ നിർമ്മിക്കുകയും അങ്ങനെ ഒരു സിനിമ ഇറങ്ങുകയും ആ ഒരു പ്രൊഡ്യൂസർക്ക് ഒരു വലിയ നഷ്ടവും സംഭവിക്കുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഫെഫ്ക പോലും അവരുടെ സംഘടനയിൽ നിന്ന് ആ ഡയറക്ടർക്ക് എതിരെ വന്നിട്ട് കംപ്ലൈന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചില അവരുടെ ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് എല്ലാം ആ പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും ആ ഫെഫ്കയെന്നുള്ള ആളുകളെയും വിളിച്ചിട്ട് ചർച്ച നടത്തി ആ പ്രശ്നങ്ങളെല്ലാം സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ആരംഭിച്ചത്. അല്ലാതെ ആ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുകയല്ല ഞാൻ ആ സംവിധായകന്റെ പടം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. ആ നിർമ്മാതാവ് ആരെന്നറിയാലും ആ നിർമ്മാതാവിനോട് വിളിച്ചു ചോദിക്കും. ആ നിർമ്മാതാവ് സംഘടനയിൽ വന്നതാണ്. ആ നിർമ്മാതാവിന്റെ ഇഷ്യൂസ് പ്രോബ്ലംസ് സോർട്ട് ഔട്ട് ചെയ്ത് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞാൻ ആ സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നത്.